മനസ്സിന് സന്തോഷം തരുന്ന, അഭിമാനം തരുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇത് അതിജീവനത്തിൻ്റെ പലഹാരവണ്ടിയാണ്. എന്നാൽ ഈ പലഹാരവണ്ടിയുടെ ഡ്രൈവർക്ക് 70ൻ്റെ ചെറുപ്പമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അതിലൊന്നും തളരാതെ അതിനോടൊക്കെ പൊരുതി ജയിച്ചൊരു പുഞ്ചിരിയുണ്ട് നെയ്യാറ്റിൻകര അമരവിള സ്വദേശിനി രമാകുമാരി എന്ന 70കാരിയുടെ മുഖത്ത്. ക്യാൻസർ ബാധിച്ച് മാറുകളിലൊന്ന് മുറിച്ചു മാറ്റപ്പെട്ടപ്പോഴും രമാകുമാരിയുടെ ആത്മവിശ്വാസത്തിന് തെല്ലും മങ്ങലേറ്റില്ല. ഇന്ന് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച ഒരു സംരംഭകയാണ് 70കാരിയായ രമാദേവി. സ്വന്തമായി പലഹാരങ്ങൾ ഉണ്ടാക്കി നെയ്യാറ്റിൻകരയിലും സമീപ പ്രദേശങ്ങളിലും ഡ്രൈവ് ചെയ്ത് വാഹനത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ് രമാകുമാരി. പല രീതിയിലും ജീവിതം തളർത്താൻ ശ്രമിച്ചിട്ടും അതിനെയൊക്കെ ചെറിയ പുഞ്ചിരിയോടെ നേരിട്ടിരിക്കുകയാണ് രമാകുമാരി. മധുര പലഹാരങ്ങളും ഇടനേരങ്ങളിലെ കടികളുമൊക്കെ ഉൾപ്പെടെ നെയ്യാറ്റിൻകര അമരവിളയിലുള്ള രമാകുമാരിയുടെ വീടിന്റെ പിൻവശത്ത് ഒരുങ്ങും. 5ഓളം ജീവനക്കാരുമുണ്ട് രമാദേവിക്ക്. സർക്കാർ ജോലി നേടുക എന്നതായിരുന്നു രമാകുമാരിയുടെ സ്വപ്നം. പ്രീ ഡിഗ്രിക്ക് ശേഷം ITI കോഴ്സും ടൈപ്പിങ്ങും ഒക്കെ പഠിച്ചുവെങ്കിലും ജോലി ലഭിച്ചില്ല. ജോലിയില്ലെങ്കിലും വരുമാനം നേടണം എന്നതായി പിന്നീടുള്ള ലക്ഷ്യം. 28ാം വയസ്സിൽ ലോൺ എടുത്ത് ബേക്കറി തുടങ്ങി. 38ാം വയസ്സിൽ വിവാഹം. 10 വർഷത്തോളം കച്ചവടം വിപുലപ്പെടുത്തി. എന്നാൽ 45 വയസ്സായപ്പോൾ അർബുദം വില്ലനായി എത്തി. അന്ന് മകളുടെ പ്രസവ സമയം അടുത്ത കാലമാണ്. അർബുദ ശസ്ത്രക്രിയയ്ക്കായി സമ്പാദ്യം മുഴുവൻ ചെലവാക്കി. രോഗം ഭേദമായ സമയത്ത് ബേക്കറി അടച്ചുപൂട്ടേണ്ടിയും വന്നു. പക്ഷെ വെറുതെ ഇരിക്കാൻ രമാകുമാരി തയ്യാറായില്ല. ശിവാലയം കുടുംബശ്രീയിൽ നിന്നും 2000 രൂപ കടം വാങ്ങി വീട്ടിൽ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു. അത് ഒരു പോരാട്ടമായിരുന്നു എന്നാണ് രമാകുമാരി പറയുന്നത്. 4 വർഷം മുൻപ് ഭർത്താവ് ശ്രീകുമാരൻ നായർ മരിച്ചതോടെ വീണ്ടും തളർന്നു. എന്നാൽ പ്രശ്നങ്ങളിൽ തളരാതെ ഇപ്പോഴും രമാകുമാരി സംരംഭം തുടരുകയാണ്. മറ്റാരെയും ആശ്രയിക്കാതെ കച്ചവടം ചെയ്യാൻ 49ാം വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളിൽ തളരാതെ എരിവും മധുരവുമുള്ള 15ഓളം വിഭവങ്ങൾ ഉണ്ടാക്കി മിനി വാൻ സ്വന്തമായി ഓടിച്ചാണ് വിൽപ്പന നടത്തുന്നത്. സംരംഭത്തിൽ നിന്നും ലഭിച്ച പണം കൊണ്ട് വീട് വെച്ചു. 2 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു. ഇങ്ങനെ ജീവിതം തുടരുകയാണ് രമാകുമാരി. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ പരാതിയും പറഞ്ഞ് ഒന്നും ചെയ്യാതെ ആ വിഷമങ്ങളിൽ ഇങ്ങനെ അഭിരമിച്ച് ജീവിക്കുന്ന ഒരുപാട് പേർക്കിടയിൽ വളരെ വ്യത്യസ്തയാവുകയാണ് 70കാരിയായ രമാകുമാരി. ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കാൻ സാധിക്കട്ടെ. മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാൻ സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.